മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ കേൾവിക്കാർക്ക് അനുഗ്രഹീതമായ പ്രഭാതവന്ദനം ആശംസിക്കുന്നു. തൻ്റെ ക്രൂശ് ചുമക്കേണം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പുറപ്പുകളെ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും അവരുടെ ശുശ്രൂഷയാൽ ഇനിയും തനിക്ക് ശിഷ്യന്മാരായി തീരുവാൻ വിളിക്കപ്പെടുന്നവരോടും അവർ ശക്തമായി അനുസരിക്കുവാൻ കൊടുക്കുന്നൊരു കൽപ്പനയാണ് ഓരോരുത്തരും തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുക്കട്ടെ എന്നുള്ളത്. കർത്താവിനെ അനുഗമിക്കുവാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ അവൻ നിശ്ചയമായും ചെയ്യേണ്ടതായ കാര്യം തൻ്റെ ക്രൂശ് ചുമക്കുക എന്നുള്ളതാണ്. ഇന്ന് അനേകരും കർത്താവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളും കർത്താവിനെ അനുഗമിക്കുന്നവരാണ്, ഞാനും ഈ കർത്താവിനെ തന്നെയാണ് അനുഗമിക്കുന്നത് എന്ന അഭിമാനത്തോടെ പറയുവാൻ വ്യഗ്രതപ്പെടാറുമുണ്ട്. എന്നാൽ കർത്താവ് കൽപ്പിച്ചതുപോലെയാണോ കർത്താവിനെ അനുഗമിക്കുന്നതെന്ന് ആത്മശോധന ചെയ്യുവാനുള്ള കാര്യമാണ് ഇവിടെ ഈ വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തന്നിരിക്കുന്നത്. യഥാർത്ഥമായി നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിച്ചിട്ട് നിങ്ങളുടെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇതൊരു ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ്. അനുഗമിക്കുവാൻ തീരുമാനം അറിയിച്ചവർ ആരുടെ ക്രൂശാണ് ചുമക്കുന്നത് എന്ന് പരിശോധിച്ചറിയണം. കർത്താവിൻ്റെ ക്രൂശ് ആരും ഇനി ചുമക്കേണ്ടതായ കാര്യമില്ല. ഞാൻ കർത്താവിൻ്റെ ക്രൂശ് ചുമന്ന് സഹായിക്കാം, അതിനെനിക്ക് മനസ്സുണ്ട് എന്ന് ആർക്കും ഇനി പറയുവാൻ ഇടയാകയില്ല. അത് ഒരിക്കലായി കർത്താവ് നമുക്ക് വേണ്ടി ചുമന്ന് കഴിഞ്ഞു. പടയാളികളുടെ നിർബന്ധത്താൽ കുറേനക്കാരനായ ശിമോനും ആ ക്രൂശിൻ്റെ ചുവടുഭാഗം അല്പം താങ്ങി നടക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആരും ആ ഭാരം ചുമക്കേണ്ടതില്ല. എന്നാൽ അനുഗമിക്കുന്നവർ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ചുമക്കേണ്ടിയ ഒരു ക്രൂശുണ്ട്. അത് അവനവൻ്റെ ക്രൂശാണ്. കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ ആർക്കും കഴിയില്ല. മാനവജാതിയുടെ പാപഭാരത്തിൻ്റെ മുഴുവൻ ഭാരവും ചുമത്തപ്പെട്ട ശാപത്തിൻ്റെയും അപമാനത്തിൻ്റെയും കഷ്ടതയുടെയും പീഡയുടെയും ആ ക്രൂശ് ചുമക്കുവാൻ പാപമില്ലാത്ത, പാപമറിയാത്ത, പാപം ചെയ്യാത്തവനായ ക്രിസ്തുവിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ഇന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ പ്രയോജനം ലഭിച്ചവരായി നാം ഓരോരുത്തരും ചുമക്കേണ്ടിയ ക്രൂശ് തൻ്റെ ക്രൂശാണ്, അവനവൻ്റെ ക്രൂശാണ്. ആ ക്രൂശ് ചുമക്കേണ്ടിയത് എങ്ങനെയെന്നും കർത്താവ് വ്യക്തമാക്കിയിരിക്കുന്നു. തന്നെത്താൻ ത്യജിക്കണം. കർത്താവ് ഇവിടെ ജീവിത നിലവാരത്തോടുള്ള 2 തരം സമീപനങ്ങൾ ശിഷ്യന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ആദ്യത്തെ കൂട്ടർ അനുഗമിക്കുന്നു എന്ന് പറയുകയും യഥാർത്ഥമായി കൽപ്പന അനുസരിച്ച് ഉപദേശം പാലിച്ച് കർത്താവ് ഒരുക്കിയ വഴിയിൽ കൂടെ അനുഗമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ. യേശുക്രിസ്തു ദാനം ചെയ്യുന്ന ആത്മാവിൻ്റെ നടത്തിപ്പിനെ അവഗണിക്കുകയും മരുഭൂമിയിലെ ആരാധന എന്ന സത്യാരാധന അനുഭവിക്കാതെയും തനിക്കായി ജീവിക്കുക, ക്രൂശിനെ അവഗണിക്കുക, ലോകത്തെ അനുഗമിക്കുക, ലോകത്തെ നേടുക, സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കുക, യേശുക്രിസ്തുവിൻ്റെ കിരീടവും മഹത്വവും നഷ്ടമാക്കുക എന്നിവകളാൽ ജീവിക്കുന്ന ഒരു നിലവാരവും. അടുത്തത് സ്വയം ത്യജിക്കുക, തൻ്റെതായ ക്രൂശ് എടുക്കുക, യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കുക, ലോകത്തെ ഉപേക്ഷിക്കുക, സ്വന്തം ആത്മാവിനെ നേടുക, യേശുവിൻ്റെ മഹത്വവും കിരീടവും നേടുക, വേർപെട്ട ആരാധന അർപ്പിച്ച് ആത്മാവിൻ്റെ നടത്തിപ്പിൽ സന്തോഷിച്ച് ജീവിക്കുക എന്നീ നിലവാരവുമാണ് അടുത്തത്. പ്രിയരെ, തന്നെത്താൻ ത്യജിക്കുക എന്നാൽ സർവവും തള്ളിക്കളയുക എന്നുള്ളതല്ല, മറിച്ച് പൂർണ്ണമായും ക്രിസ്തുവിൽ സമർപ്പിച്ച് അവൻ്റെ അപമാനത്തിലും മരണത്തിലും പങ്കാളിയാകുക എന്നതാണ് അതിനർത്ഥം. ക്രൂശ് എടുക്കുക എന്നാൽ യേശുക്രിസ്തുവിൻ്റെ തിരസ്കരണത്തിലും നിന്ദയിലും യാതനകളിലും
മരണത്തിലും അവനോട് ഏകീഭവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്വയത്തിന് മരിച്ച് നാം അവനായി ജീവിക്കണം. ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യൻ തനിക്കായുള്ള ക്രൂശ് ചുമന്നുകൊണ്ട് വധസ്ഥലത്തേക്ക് പോകുന്നത് പോലെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യൻ തൻ്റെ ക്രൂശിൻ്റെ നിന്ദയും വേദനയും സന്തോഷത്തോടെ ചുമക്കണം. ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഫലമായി അനുഭവിക്കേണ്ടി വരുന്ന പീഡ, കഷ്ടത, മരണം, ഇവയാണ് പ്രിയരെ ക്രൂശ് എന്ന് പറയുന്നത്. തന്നെത്താൻ ത്യജിക്കുന്നത്, സ്വന്തം താല്പര്യങ്ങൾ വെടിഞ്ഞ് കർത്താവിൻ്റെ താല്പര്യങ്ങൾ ഏറ്റെടുത്ത് അനുസരിച്ച് ജീവിക്കണമെന്നുള്ളതാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് മുമ്പ് നാം നമ്മുടെ സ്വയത്തിനായി ജീവിച്ചു. അനുഗമിക്കാൻ തുടങ്ങിയാൽ പിന്നെ നാം പൂർണ്ണമായി കർത്താവിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ക്രിസ്തുവിനെ തൻ്റെതായ ക്രൂശ് എടുത്ത് അനുഗമിക്കുന്നവർക്ക് കഷ്ടവും പീഡയും നിന്ദയും അപമാനവും ഒക്കെ സഹിക്കേണ്ടി വരും. കുരിശെടുക്കാതെ പ്രിയരെ കിരീടം നേടാനാവില്ല. അനുഗമിക്കുന്നവൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചവനായി തന്നെത്താൻ എണ്ണേണ്ടതാണ്. തന്നെത്താൻ ത്യജിച്ചാൽ താൻ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന് മരിച്ചിരിക്കുന്നവനെന്ന് വെളിപ്പെടുത്തുകയാണ്. ഇതിനായി നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നു. ആ ബോധ്യമുള്ളവർക്കായി, ആ വിശ്വാസമുള്ളവർക്കായി, ആ പ്രത്യാശയുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. കൂടപ്പിറപ്പുകളെ, നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ആയതിനാൽ അവരവർ തങ്ങളുടെ ക്രൂശ് ചുമക്കണം. നിങ്ങളുടെ സകല പ്രശ്നങ്ങളും പരിഹരിച്ച് തീർത്തിട്ട് ഒരനുഗമനം അല്ല ആ അനുഗമനം. പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ദയും കഷ്ടതയും പരിഹാസങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഏറ്റുകൊണ്ട് ക്രിസ്തുവിന് പിന്നാലെ നടന്നുകൊണ്ടുള്ള ഒരു യാത്രയാണത്. അതാണ് ക്രിസ്തീയ ജീവിതം, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും അങ്ങനെ ഒരു അനുഗമന ക്രിസ്തീയ ജീവിത നിലവാരമാണ്. ആ ജീവിതം നയിക്കുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിശുദ്ധനായ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ വചനം കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഇന്ന് പകലിൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് തൻ്റെ ക്രൂശ് ചുമന്ന് തങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന യാത്ര ചെയ്യുവാൻ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിഷേകത്താൽ നിറയ്ക്കണമേ. കർത്താവേ, ക്രൂശിൻ്റെ നിന്ന അവർ തങ്ങളുടെ നിന്നയായി ഏറ്റെടുത്ത് അനുഭവിക്കുവാൻ, അതിനെ ഒഴിഞ്ഞു മാറി നടക്കുവാനുള്ള അവസരങ്ങൾ തേടി നടക്കാതെ നിന്നയും കഷ്ടതയും അപമാനവും ദുഷിയും എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നേരിടേണ്ടതെല്ലാം സന്തോഷത്തോടെ നേരിട്ട് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾക്ക് കൽപ്പിച്ചു തരണമേ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പച്ച ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.